യു കെ സമ്പദ് വ്യവസ്ഥ കുറച്ച് ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നതോടെ, ഈ ഒരു കരാർ പ്രാവർത്തികമാകുന്നതോടെ യു കെ സമ്പദ് വ്യവസ്ഥ $6.4 ബില്യൺ അധിക വരുമാനം നേടിത്തരുമെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേത്. അപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് അടുത്ത 10 വർഷമാകുമ്പോഴത്തേക്കും കുതിച്ചുയരും എന്നുള്ളത് തന്നെ യു കെ ഗവൺമെൻറ്, യു കെക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു കരാർ കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ഈ ഒരു കരാറ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കരാറായതുകൊണ്ട് തന്നെ നേരിട്ട് വിസപരമായിട്ടുള്ളതോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതിൽ പ്രതിപാദിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് വിസപരമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലതാനും. ഇനി രണ്ടു രാജ്യങ്ങളുടെയും ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് അത് വിസപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം. അതല്ലാതെ നേരിട്ട് ബന്ധിക്കുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും വ്യാപാരപരമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായിട്ടുള്ള തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള വിസ നടപടികൾ വേഗത്തിലാവാനുമുള്ള സാധ്യത